കൊട്ടവഞ്ചി സവാരി. അല്ല, നമ്മൾ നേരത്തെ പോയില്ലേ, അവിടെയാണ് ആനയ്ക്കുള്ളത്. ഇത് തിന്നു കഴിഞ്ഞിട്ട് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് കൊട്ടവഞ്ചി. അനന്തരം കൊട്ടവഞ്ചി വെച്ചാണ് നോക്കി. അതായത് 600 രൂപയാണ് കൊട്ടവഞ്ചിക്ക്. അതായത് ഇൻക്ലൂഡിങ് GST എല്ലാം ചേർത്ത് 600 രൂപ. അതിൽ ഒരു കൊച്ചിനും കയറ്റാം. 5 വയസ്സിന് താഴെ ഫ്രീ ആണ്. ഒരു ബസ്സിൽ എത്ര 60 പേര് വന്നിട്ടുണ്ടെന്ന്. 60 പേര് അങ്ങനെ. ഇനിയൊരു ബസ്സും കൂടെ വരാണ്ടെന്ന് പറയണു അവർ. ഒരെണ്ണം കൂടെ വരാണ്ടെന്നാ. അല്ല, ഇത് പഴയത് കയറ്റി വെച്ചാണ് കണ്ടത്. ചേച്ചി, ഇത് ആരടുത്താ കൊടുക്കണ്ടേ ടിക്കറ്റ്? ആ ആ ഇവിടെയൊക്കെ വെള്ളം കുറവാണ്. അത് കണ്ടോ, കെട്ടി നിർത്തിയേക്കുക ഇവിടെ. ഇപ്പം ലോങ് റൈഡ് അവർ നിർത്തിയെന്ന് പറഞ്ഞു. ഷോർട്ട് റൈഡ് മാത്രമേ ഉള്ളൂ. ഇതാണ് കൊട്ടവഞ്ചി. ഇതിനകത്ത് ആളിരിക്കും, നമ്മൾ ബാക്കിയുള്ളവരുടെ സൈഡിലിരിക്കും. വെയിലില്ല. അതായത് ഇവരുടെ ഫോറസ്റ്റിനകത്തുള്ള പരിപാടിയാണിത്. ഗവൺമെൻറ്റിൻ്റെ തന്നെ. എനിക്ക് തോന്നുന്നു മുമ്പ് ഇതിൽ കൂടെ ഒക്കെ വെള്ളം പോയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ. ഫുള്ളേ വെള്ളം പോയിക്കൊണ്ടിരുന്ന. ഇപ്പം മൊത്തത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ വെള്ളം കിട്ടാൻ വേണ്ടി ഇവർ തട കെട്ടിയിട്ടേക്കും അവിടെ. നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ചെരുപ്പ് ഇവിടെ ഊരിയിടണോ? അല്ല, ചെരുപ്പ് കൂരിയിട്ടിട്ട് വേണം കയറാൻ. ഇച്ചേ, നീ എവിടെ പോണേ? ഇവിടേക്ക് ഇരുന്നോ, ചേട്ടൻ തിരിച്ചിരിച്ചു വിടണ. നീ ഇവിടേക്ക് ഇരുന്നോ. ഇനി നെക്സ്റ്റ് അമ്മ.
ഒന്ന് നടക്കണം നേരെ പോകാൻ പറ്റില്ലേ അയ്യോ ആണോ ഓക്കെ ആ പാട്ട് പാടിയേ റോ റോ ആ മേലെ മേലെ അങ്ങനെ അപ്പച്ചൻ വരുന്നില്ല അപ്പച്ചന് ബൈ ബൈയും കൊടുത്തോണ്ട് പോവുകയാണ് ഷോർട്ട് റൈഡ് ഉള്ളു എന്നാ ആ മരത്തിനൊക്കെ ചേട്ടൻ്റെ പേരെന്താട്ടാ? ശശി. ഇവിടെ തന്നെ താമസിക്കണേ? ഞങ്ങൾ ഇവിടെ നെടുമ്പാശ്ശേരി കൊച്ചി എയർപോർട്ട് ബാക്ക് സൈഡ്. രാവിലെ വന്ന് നല്ല തിരക്കില്ല, തിരക്കില്ല തന്നെ ഒരു വെയിലില്ല. ആ വെയിലില്ല. ഞങ്ങൾ സാധാരണ അവിടെ നിന്ന് വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങി. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ 11 മണി കഴിഞ്ഞാൽ പിന്നെ വെയിലാകും. പിന്നെ ഒരു 3 മണി കഴിയണം പിന്നെ തണലാവണമെങ്കിൽ. തണലാവണമെങ്കിൽ പിന്നെ നല്ല ചൂടായിരിക്കുമല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. 8:30 തുടങ്ങും. 8:30 തുടങ്ങും. എല്ലാ ദിവസവും 5:30 വരെയാണ്. വൈകിട്ട് 5:30. ആൾക്കാരുണ്ടോ? ആൾക്കാർ ഇനിയിപ്പോൾ ആൾ തിരക്കാവും. സ്കൂളൊക്കെ എല്ലാം അടഞ്ഞില്ലേ? ആ ഓക്കെ. നോയമ്പെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരക്കാവും. ഇത് ആരെങ്കിലും പ്രൈവറ്റ് ഏതെങ്കിലും ടീം എടുത്ത് നടത്തുന്നതാണോ? അതോ ഇത് വനംവകുപ്പ് ഇത് മൊത്തം നടത്തിക്കുന്ന മൊത്തം അവരുടെ അണ്ടറില്ല. ആരെന്ന്? വനംവകുപ്പ്. ഞങ്ങൾ ഡെയിലി ബേസുകാരാണ്. ഞാൻ കുഞ്ഞിനാടുള്ള ജോലി ചെയ്യുള്ളൂ. ആണോ? നാളെ വേറെ ആടാ. 1.5 ആടാണല്ലേ? പിന്നെ അവധി ദിവസം പിന്നെ ഞങ്ങൾ 10-27 രൂപ ഉണ്ടെന്ന് എല്ലാവരും കാണും. ഇന്നിപ്പോൾ നാളെ ഞങ്ങളില്ല, നാളെ വേറെ ആവില്ല. നിങ്ങൾ പെർമനന്റ് സ്റ്റാഫാണോ? അല്ല അല്ല. ഡെയിലി വേജസ് ആണല്ലോ. ഓക്കെ ഓക്കെ. ഡെയിലി വരുവാണെങ്കിൽ 450 രൂപ കിട്ടും. അയ്യോ. നമ്മൾ ഓടിയാലും ഓടിയില്ല പൈസ കിട്ടും വരുവാണെങ്കിൽ. ഓടിയില്ലേ 550 രൂപ വെച്ച് കിട്ടും. ഇന്നിപ്പോൾ കിട്ടുമെന്ന് പറയാം. 10-15 ഒക്കെ ആവും ശമ്പളം കിട്ടുമ്പോൾ. ഒന്നിച്ചേ തരത്തുള്ളൂ. 15-ആം തീയതി 10-15 ആവും. ആണോ? ശമ്പളം കിട്ടുമ്പോൾ. ഇന്നിപ്പോൾ കിട്ടുമെന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പം 10-ആം തീയതി കിട്ടും, ചിലപ്പോൾ 8-ആം തീയതി കിട്ടും. 15-ആം തീയതി ഇപ്പോൾ കിട്ടും. പൈസ കിട്ടും, താമസിച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം ഇവിടെ? 8 മുതൽ 5 വരെ നിൽക്കണം. 5 രൂപ. അപ്പോൾ എത്ര ഇതുപോലെ പോകേണ്ടി വരും? അതൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. 5 വരെ വന്നു കഴിഞ്ഞാൽ 5 വരെ നമുക്ക് ഓടിക്കാം. പിന്നെ വയ്യെങ്കിലും പറയണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ പൈസ കണ്ടില്ല പറഞ്ഞാൽ പൈസ പിടിക്കത്തില്ല, അല്ലെ പിടിക്കും. പിന്നെ എക്സ്ട്രാ 4-5 കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ പൈസ കിട്ടും. 4-5 കൂടുതൽ പോയി കഴിഞ്ഞാൽ ഓടാൻ വേണ്ടി, അല്ലെ ഓടത്തില്ലാരും. അതിന് 75 രൂപ കിട്ടും. 75 രൂപ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓടും. ആരും ഓടത്തില്ല. അല്ലെങ്കിൽ 4-5 ഓടി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അങ്ങനെ നിൽക്കും. ഒത്തിരി ദൂരം പുഴ അങ്ങ് 10-150 കിലോമീറ്റർ ദൂരെ കിടക്കുക. 6 ഇത് കല്ല. നമ്മളിപ്പം പോകുന്ന പോലെ മേളിൽ കൊണ്ട് വഞ്ചി കിടക്കാൻ മേലല്ലേ, അവിടെ വരെ പോട്ട് തിരിഞ്ഞ് റെയിലിൽ പോരും. എത്ര മിനിറ്റ് അങ്ങനെയില്ലല്ലേ? എന്തോ എത്ര മിനിറ്റ് അങ്ങനെയില്ലല്ലേ? 1/2 മണിക്കൂറാണ് പറയുന്നത്. ചിലപ്പോൾ ഈ തിരക്കാകുമ്പോൾ അത്രയും പോലും കിട്ടത്തില്ല. 1/2 മണിക്കൂർ. ചിലപ്പോൾ നമ്മളിൻ്റെ ചാഞ്ഞിക്കുന്ന മരത്തിൻ്റെ അവിടെ പോയി ചിലപ്പഞ്ഞ് വരും. അതുപോലെ തിരക്കാവും. നമുക്കതേ വെള്ളം പോലും കുടിക്കാൻ സമയമില്ലാത്ത രീതിയിലാവും. ഇതിപ്പോൾ അവിടെ പറഞ്ഞിട്ട് അവിടെ ഏത് ട്രാൻസ്പോർട്ട് ബസ് ഫുള്ളേ 10-60 ആൾക്കാരൊക്കെ വന്ന് പോയി നോക്കാൻ പറഞ്ഞു. അല്ല അവൻ വന്നേക്കണം, ബുക്ക് ചെയ്ത് വന്നേക്കണം. ഇനി ഒരു ബസ് കൂടെ വരാനുണ്ടെന്ന്. അതുപോലെ അത് എവിടെ നിന്ന് വന്നാ ബസ്? എല്ലാ ഡിപ്പോയിലും വരുന്നുണ്ട്. ആണോ? ട്രാൻസ്പോർട്ട് എല്ലാം ഇപ്പം അങ്ങനെ ഉല്ലാസയാത്ര എല്ലാ ഡിപ്പോയിലും കിട്ടും. അപ്പോൾ ഡിപ്പോക്കാർ അറേഞ്ച് ചെയ്യുന്നതാണോ അത്? അതോ ബസ് ഇവർ പ്രൈവറ്റ്? പ്രൈവറ്റ് അല്ലേ ഡിപ്പോ ട്രാൻസ്പോർട്ടുകാരെല്ലാം. ഓ ഉല്ലാസയാത്ര പെടുന്ന
ആ ഉല്ലാസം. ആ ഇതിനകത്ത് ഗവിന്ന് എഴുതിയിട്ടുണ്ട് അവര് അതിന്റെ മുകളില്. അപ്പൊ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയതായിരിക്കും അവര്. കയറിയ പാനക്കൊത്തുള്ളൂ. ആണോ? ഈ പാക്കേജ് വരുന്ന ഇതാണ്. ആനയെ കണ്ടോ? ഞങ്ങൾ കണ്ടു. എന്താ കയറി പോയി കണ്ടു. ആ എവിടെ വെള്ളത്തിൽ കൂടെ പോവോ? വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് കിടന്നു. കൈയൊക്കെ നോക്കിക്കോണേ. ഇതകത്ത തട്ടിയാൽ ഇങ്ങനെ പോകത്തോ? ഇത് മോളാ ചാക്കിട്ടിട്ട് പിന്നെ ടാറ് തേച്ചിട്ടുണ്ട്. ഏതാ ഇനിയിപ്പോൾ അടുത്ത ഈ മാസമൊക്കെ ലാസ്റ്റൊക്കെ മരങ്ങളെല്ലാം പൂക്കുന്ന ഇതെല്ലാം. ആണോ? ഇരിക്കുന്ന മരങ്ങളെല്ലാം പൂക്കുന്ന അതെല്ലാം മുട്ടട്ട് നിൽക്കുക. ഓ രാവിലെ കയറി പോയ ചാടൊക്കെ അതെ ഇത് കയറി പോയാൽ അവിടെ നിന്ന് ചാടിപ്പറിക്കുക. അപ്പൊ ഒരു ആന നിൽക്കാൻ അത്ര താഴ്ചയുള്ളൂ അല്ലേ? ഓ അങ്ങനൊന്നുമില്ല. അത് ഏത് വെള്ളത്തിൽ ഇറങ്ങിപ്പോവും. ഇറങ്ങിയിരിക്കുന്നുണ്ട്. ആന ഇതുവഴി കയറിപ്പോയ സ്ഥലം നോക്കിയാണ്. റോഡ് മുറിച്ച് വന്നു ശബരിമല ഇടുക്കി കട്ടപ്പനയൊക്കെ പോകുന്നത് കൊണ്ടാണ്. ഞാനൊന്നും കിടക്കുന്നത് അതേ കുരങ്ങൻ. നീ തൂങ്ങിയ വഴി പുള്ളി ഓടി അവിടെ എത്തി. പടം പിടിക്കാൻ വന്നു. തരാം. മങ്കി അതടുത്ത് എറിഞ്ഞാ അപ്പുറത്തെ ആൾക്കാർ ദൈവം അതെന്താ പിടിച്ച് എറിഞ്ഞു? അങ്ങോട്ട് പോയില്ല ചേട്ടാ. ചേട്ടാ അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് കൂടെ പോവും. അങ്ങോട്ട് കൂടെ പോവും. മുമ്പ് വെള്ളം ഉണ്ടായിരുന്നല്ലേ ഇവിടെ? മുമ്പേ വെള്ളമൊക്കെയാണ് പറ്റിപ്പോയിന്നല്ലേ? വെള്ളം ഒത്തിരി വരും. ഇപ്പൊ വെള്ളമില്ലല്ലേ. പണ്ട് കെട്ടി ഇത്രയും വെള്ളം കളത്തി നിർത്തിയായിരുന്നു. ഓ കൊണ്ടുപോയില്ലെങ്കിൽ പഴം കുരങ്ങനല്ലേ അത്? കേട്ടോ കോഴി കേട്ടോ പറഞ്ഞേ ഇതിന്റെ അകത്തോട്ടൊക്കെ ആൾക്കാർ വരാറുണ്ടോ? ഇല്ലേ? ഓ നല്ല കൊടും വനമെന്നുള്ളല്ലേ. ഈ 10-3 കിലോമീറ്റർ ദൂരം മരം കിടക്കുക. എല്ലാ മൃഗങ്ങളും കാട്ടിലും കേട്ടാണ്.
ഇതൊരു സൈസ് ഇതൊന്നും തിന്നുന്നതല്ല എന്നാ കാട്ടുവെങ്കെന്ന് പറയും. കാട്ടുതെങ്ങാവോ? ഇവിടെ എന്തൊക്കെ മൃഗങ്ങളുണ്ട്? ആനയും കടുവായും കാട്ടുപോത്തും എല്ലാം ഉണ്ട്. ആ കടുവൊക്കെ ഉണ്ടോ? കാട്ടുപോത്തും കടുവായും ആനയും തിന്നുപോയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആ ഓ, സിംഹം മാത്രമല്ല എന്ന് ബാക്കിയെല്ലാം ഉണ്ടോ? ഈ കാടിന്റെ പേരെന്തത്? ഇത് അക്ഷകോവനമാണ്. ഇത് ചെങ്കോട്ട തമിഴ്നാട്ടിലോട്ട് പോകുന്ന വനമാണ്. ആണോ? ഓ, ഇതൊക്കെ ഇടുക്കി വനമാണ്. ശബരിമല ഒക്കെ പോകുന്ന വനമാണ്. ഇടുക്കി വനോ? ഗവി, ശബരിമല, ഇടുക്കി, കട്ടപ്പന എവിടെയാണെങ്കിലും പോവാം. എല്ലാം ഈ സൈഡ്. ആ വനം. ആ ഇത് തമിഴ്നാട്. എല്ലാം തമിഴ്നാട്. അതിന്റെ എല്ലാം പോകുന്നത് അത് കമ്പന്തേനി അങ്ങോട്ട് ചാടും. ഏത് അങ്ങോട്ടേക്ക്? ഈ വനം. ആ ഈ വനം അങ്ങോട്ടോ? എല്ലാം തമിഴ്നാടാ എല്ലാം ബോർഡർ. ആണല്ലോ. അങ്ങനെ തീർത്ത് വനമാണ്. ആണല്ലേ? വേറെ താമസക്കാരുണ്ട്, പിന്നെയും വനമാണ്. ഓ ഓ. ആള് കുറവാണ്. വനമാണ് ഏറ്റവും കൂടുതൽ. ആണോ? കോഴി നിന്ന് കോഴി കൊക്കോ കൊക്കോ കേട്ടോ. ഇതിപ്പോ ഈ റോഡ് നമ്മളിപ്പോ ഇത് വഴിയാണോ നേരെ ഇതിന്റെ ഫ്രണ്ടിൽ വന്നത് ഞങ്ങള്? ഈ റോഡ് വഴിയാണോ? ആ ഓക്കെ. പാലമുണ്ട്, പാലം കയറി ഈ കരയ്ക്ക്. ആ ഓക്കെ. നമ്മൾ പാലം കയറാതെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോയാൽ കന്നത്തോടെ, ചിറ്റാറ, ആങ്ങൂരി, ഗവി, റാന്നി, എരുമേലി, മുണ്ടക്ക, ഇരിക്കുന്നതെല്ലാം ചാടാം. ഓ വഴിയായത്. ഓ ഓക്കെ. അങ്ങോട്ട് പോയാൽ 10 മിനിറ്റ് എങ്ങനെ അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ എന്തോരം ദൂരം ഉണ്ട് ഇപ്പൊ ഇതുവഴി നമ്മൾ ഗവിക്കുവാണെങ്കിൽ? 95 കയറ്റി സമയം കഴിഞ്ഞു. ആ അല്ല 11 മണി വരെ ഇല്ലേ? അത് നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താൽ 8 മണിക്കും പേജാകും. ഓ 8 മണിക്കോ? അങ്ങനെ ഉണ്ടല്ലേ? അല്ലെ ട്രാൻസ്പോർട്ട് പോകുന്ന ബുക്കിംഗ് ഒന്നും ഇല്ല, പോകും. ആ ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടിട്ട് ആങ്ങൂഴി ചെല്ലണം. ആങ്ങൂഴി. ഓ ആങ്ങൂഴി ചെന്നിട്ട് അവിടെ നിന്ന് വണ്ടി വിളിച്ച് പോകണം. ഓ ഓ. അപ്പോൾ അവർക്ക് ബുക്കിംഗ് ഒന്നും ഇല്ല. അവർ പോയി പിന്നെ തിരിഞ്ഞോട്ട് വരും. തിരിച്ചോ? ഇതാ നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴി നേരെ അങ്ങോട്ട് കമ്പത്തേനോട്ട് വിടുക. അങ്ങോട്ട് ഇങ്ങോട്ട് വിടുന്നത്. ഓ. അവർക്ക് ആങ്ങോടി കിടക്കുന്ന അവർക്ക് നാട്ടുകാർക്ക് ബുക്കിംഗ് ഇല്ല. നാട്ടുകാർക്ക്. ഓ മനസ്സിലായി. നല്ലൊരു സംഭവം കേട്ടോ. ഈ വന്യമൃഗങ്ങളെ പുറത്തേക്കൊന്നും വരവുണ്ടോ ഇവിടെ? ഈ ആനയല്ല അത് ഇപ്പം പകലങ്ങനെ പേടിച്ച് നിൽക്കുന്ന. ഓ പകലങ്ങനെ അപൂർവമുള്ള പകലൊക്കെ ഇറങ്ങണം. ഇപ്പോൾ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഉള്ളതുകൊണ്ടാണ് അതേ ആന ഇറങ്ങിയത്. ആ വണ്ടിയുടെ ആളിനെ അനക്കല്ലേ ചാടി ഇറങ്ങിയത്. വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നത് പോകും. ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ നല്ല അടിപൊളി സ്ഥലം. ഏതാ? ആ വേര് പിടിച്ച ഇതെല്ലാം മരുന്ന് മരുന്നാണ് നിൽക്കുന്നത്. ഇത് ആഹാ. ഇത് പച്ചമരുന്ന് അങ്ങാടി മരുന്നകത്ത് ചേർക്കുന്നതല്ല. ഇത് ഇവരില്ലേ മറ്റേ ഈ കാട്ടിൽ ഇത് പറിക്കാൻ പോകുന്ന ആൾക്കാര്, അവര് ഇതൊക്കെ കറക്റ്റ് അറിയാം എന്താണ് ഇത്. കഷായം, ലേഹ്യം ഇതൊക്കെ ഉണ്ടാക്കണം. ഇത് പുങ്കെന്ന് പറയും, ഉങ്കെന്ന് പറയും. ഇതൊന്നും ഇപ്പോൾ ഇതാ ഈ നിൽക്കുന്നതിൽ ഇത് മരുന്ന് വരാം. ഇത് വിഷത്തിനുള്ള മരുന്ന്, അത് മരുന്ന്. ഇവിടുന്ന് പറിക്കാൻ സമ്മതിക്കുമോ? ഇവിടുന്ന് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഓ ഇപ്പം എല്ലാം നാട്ടിൻപുറത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇവര് ഉദ്യോഗന്മാർ. ആണോ? ടൗണിലൊക്കെ അവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് വേണേൽ എടുത്തോളൂ. ഇതിനൊന്നും കയറാൻ സമ്മതിക്കത്തില്ല. ഏലമില്ല, ഏലം ഇവിടെയൊന്നും ഇല്ല. ആ ചുമ്മാ എന്തോരു ഈറ. ഇത് ആനയുടെ ഭക്ഷണം. ആനയുടെ ഭക്ഷണം. ഓ ഓക്കെ. അടിപൊളി. ചേട്ടാ ഒന്ന് തോയാൻ തരാട്ടാ. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ആണോ? ഓക്കെ. അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞു.
അവരവിടുന്ന് കാണണ്ടാവൂല്ലേ അവരവിടുന്ന് അവര് ക്യാമറ സ്ഥലമൊക്കെ വന്ന് കഴിഞ്ഞ അങ്ങനെ കൊടുത്ത് 6 മാസം ഇറക്കി ഇവിടെ അവിടെ വെച്ച് കൊടുത്തിട്ട് ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. കുറെ കൊടുത്താൽ കൂടെ അവിടുന്ന് അതിലേ പിടിക്കുകയാണ് അവിടെ നിന്ന് കണ്ട്. അപ്പൊ ചേട്ടന് വേറെ ജോലി ഉണ്ടോ ഇതല്ലാതെ? വേറെ ജോലിയൊന്നുമില്ല. ഒന്നിടമല്ലേ. പിറ്റേ ദിവസം നമ്മൾ വരണം. പിന്നെ ജോലിക്ക് പോകണമെങ്കിൽ പിന്നെ എഴുതി കൊടുത്തിട്ട് പോകണം. 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എഴുതി കൊടുത്തിട്ട് പോകണം. ഓ അങ്ങനെ. സ്ഥിരമൊന്നും ആകത്തൊന്നുമില്ല. പിന്നെ ഒരു ജോലിയാണെന്ന് പറയുമ്പോൾ തൊഴിലുറപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിന് ഡെയിലി ഉണ്ടല്ലോ. അത് ഇത് മാസമൊക്കെ നമുക്ക് ഡെയിലി ശമ്പളം ആക്കാമായിരുന്നു. ഇത് അങ്ങനെ ഇല്ല. ഇത് സാലറി ഇല്ല. അല്ല ഇവര് ഈ ഒന്നരാടം വെക്കണതിന്റെ കാരണം എന്താ? ഈ ഒന്നരാടം വെക്കണ 26 ദിവസം പണി കിട്ടണ്ട. അതൊക്കെ കൊടുക്കത്തില്ല. അത് സ്ഥിരമാകത്തില്ല. ഇത്ര ശമ്പളം ആവത്തില്ലേ? ഓ ഇതിപ്പോ ഞങ്ങൾക്ക് അക്കൗണ്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. സാലറി അക്കൗണ്ടൊന്നും കിട്ടത്തില്ല. കേട്ടില്ല. ഓ കാഞ്ഞ ബുദ്ധി കേട്ടാ. നമ്മൾ ജോലി ഉണ്ടെന്ന് പറയാനേക്കത്തുള്ളൂ. കൊട്ടവഞ്ചി ജോലി ഉണ്ടെന്ന് പറയാനേക്കത്തുള്ളൂ. എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് അങ്ങനെ ആ ശമ്പളം ഒന്നും പറയാനൊക്കത്തില്ല. ഇത്ര മാസം 26 ദിവസം പണിയാണെങ്കിൽ നമുക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് പറയാം. ഇത് അങ്ങനെ ഒരു 5 ദിവസം ജോലിക്ക് അങ്ങനെ സാലറി തരുന്നത്. ബാങ്കിലൊന്നും അതിനൊക്കെ ഇതൊന്നുമില്ല. ഒരു ലോൺ പോലും ഒന്നും എടുക്കാനൊക്കത്തില്ല. ലോൺ ചോദിക്കുന്ന പോലെ സാലറി എത്ര ഞാൻ ഇന്നടുത്ത് ജോലിയായ എത്ര രൂപ ശമ്പളം ഇത്ര രൂപ ശമ്പളം സാലറി ഒക്കെ അക്കൗണ്ട് വാങ്ങിക്കണ്ടേ? ചേട്ടാ ഇത് ഉണങ്ങിയ മരല്ലേ ഇത് കത്തിയാൻ കൊണ്ടുപോകാൻ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവിടെ ഒക്കെ ഒന്ന് പിടിഞ്ഞു പോവുള്ളൂ. ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഒരു ഇല പോലും എടുത്ത് കൊണ്ടുപോകാനേ പറ്റും. കോടിക്കണക്കിന് ഫാനായി ഒരു തടിയായിട്ട് വിലയുള്ള തടിയായല്ല അങ്ങനെ തേച്ച് ഈട്ടിയൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല. ഈട്ടി ചെറിയ മതിലൊക്കെ ഉണ്ട്. അത് നട്ടുപിടിക്കുന്ന മരമല്ല, അല്ലാതെ തന്നെ കിളിക്കുന്നത്. തന്നെ പിടിക്കുന്നതാ? എന്നിട്ടാണ് കൊണ്ടാമ്പളാത്ത. അത് വെച്ചാൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. ചന്ദനം വെക്കുന്ന പോലെ ഉള്ളൂ. വെച്ച് നമുക്ക് കാണാൻ അത് വർഷങ്ങൾ നമ്മൾ 2-3 തലമുറ കഴിഞ്ഞാൽ വെട്ടാനൊക്കത്തില്ല. എന്നാലും അത് അറിയിക്കുള്ളൂ. അന്നേരം ഇതാവത്തുള്ളൂ. ഒരു 2-3 തലമുറ കഴിഞ്ഞെങ്കിൽ ഇതിന് ഒരു ഒരു മുறை ആവത്തുള്ളൂ. ചന്ദനം ഒക്കെ തന്നെ വെച്ചാൽ നമുക്കൊന്നും വെട്ടാൻ നോക്കത്തില്ല. എത്ര തലമുറ കഴിയണോ അത് ഈ വണ്ണമാവണമെങ്കിൽ അതും വെട്ടാനൊക്കെ നമ്മൾ വിറ്റ് ഇമ്മ നട്ടുപിടിക്കാനുള്ളൂ. ആരെങ്കിലും കൊണ്ടുപോകാൻ അതിന് കേസ് പറയണം നമ്മൾ. നമ്മൾ കാത്തു കുടിച്ചോണ്ടിരിക്കുക. ആമ്പിളാർ കൊണ്ടുപോകും. പിന്നെ നമ്മൾ തന്നെ സമാനം പറയണം. ഫോറസ്റ്റുകാരോട് ചോദിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? അത് ഒരു പരിപാടിയൊക്കെ ഫോറസ്റ്റുകാർ കൊണ്ടുപോകും നമ്മുടെ കുടുംബത്തെ വെച്ചിട്ട്. അപ്പൊ ഫോറസ്റ്റുകാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ തരുമോ? നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ പൈസ കഴിക്കാൻ നമുക്ക് പൈസ ചോദിച്ചാൽ നമ്മൾ അതിന്റെ ചിലവ് നമ്മൾ കൊടുക്കണം അങ്ങോട്ട്. അത് വെട്ടിയൊക്കെ ലേബർ ഇതൊക്കെ കൊടുക്കണം. പിന്നെ അപ്പോൾ അനങ്ങാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ചന്ദനം എന്നൊക്കെ പറയാം. വീട്ടിൽ ചന്ദനം ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് വെട്ടി അതിൻ്റെ ഇല എടുക്കണം. എൻ്റെ വീട്ടിൽ ചന്ദനമുണ്ട്. ചിലപ്പം വലിയ വളർച്ചയില്ല. അത് അതും തലമുറ കഴിയണം. തേക്ക് വളരുന്നതോട് വളരത്തില്ല. ഇച്ചു എന്തോരം നേരം ഈ പഴം തിന്നാൻ തുടങ്ങിയിട്ട്. തീർന്നല്ലോ. അതും കൂടെ ഉള്ളല്ലോ അല്ലേ? ആന തിന്നുന്ന മെയിൻ സാധനം. ആനയുടെ ഇഷ്ട ഭക്ഷണം ഒന്നാണ് ആൾക്കാരൊക്കെ വല്ലയ്ക്ക് പോയി കഴിഞ്ഞു. നമ്മളതിനെ ശല്യം ചെയ്യാതിരിക്കാനായിട്ട് പഴങ്ങളുടെ സ്ഥലം പോയല്ലേ? പഴങ്ങളുടെ വേഗം മരം ഇത് മന്തിക്കുണ്ട്. പിന്നെ ഇതല്ലാതെ ഇനി എന്താണ് ഇവിടുത്തെ വേറെ പരിപാടികളുള്ള? വേറെ ഏതൊന്നും പിന്നെ ആനക്കൂടൊക്കെ ഉണ്ട്. ആനക്കൂടൊക്കെ ഉണ്ട്. ആനക്കൂട
ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ആനക്കൂടെ ഒക്കെ ഉണ്ട്. എനിക്ക് 13 കിലോമീറ്റർ അങ്ങോട്ട് വന്നിട്ട്. അവിടെ എത്ര ആനയുണ്ട്? അവിടെ 3 ആനയുണ്ട്. കുഞ്ഞിനൊക്കെ 3 ആനയുണ്ട്. കുഞ്ഞു ആനയൊന്നുമില്ല. ഓ ആനപ്പിടുത്തമില്ല. ഇല്ല. പിന്നെ ഈ അങ്ങോട്ട് നിന്ന് കിട്ടിയ ഒരു കുട്ടിയാനയുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാനും പറ്റില്ല കേട്ടാ. അങ്ങോട്ടേക്ക് കയറാമോ? അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതുപോലും കാണും. പാടമൊക്കെ കാണത്തുള്ളൂ. ആനപ്പിടുത്തം നിർത്തി വെച്ചേക്കുമല്ലേ. അപ്പോൾ ആനയെ പിടിക്കുന്ന കിട്ടുന്ന ആനയൊക്കെ ഇനി കാട്ടി കെട്ടി വിടാൻ ആനയില്ല. പരിപാടി കഴിഞ്ഞാൽ കാട്ടി കെട്ടി. ഞങ്ങൾ ഗുരുവായൂർ ചെന്നപ്പോൾ അവിടെ പറഞ്ഞ് അവിടെ ഇങ്ങോട്ട് 10-25 ആനേനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാധനം ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഇപ്പം ആനേനെ നടക്കിരുത്താൻ പാടില്ലെന്നാണ് നിയമം, പുതിയ നിയമം. അപ്പം അത് കാരണം പണ്ട് 10-100ഓളം ആനകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 38 ആനയുള്ളൂ ഗുരുവായൂർ. അന്നത്തെക്കാട്ടിലും അപകടം ഇപ്പോഴാണ്. അന്ന് അപകടം കുറവായിരുന്നു. കൂടുതൽ ആനയുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ അപകടം തണത്തിനെ ചവിട്ടി കൊല്ലുകയൊക്കെ ചെയ്യുന്ന ആനയെ കാണിക്കുന്നത്. ഇപ്പം ആനയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ആന കിടക്കുന്നത്. പണ്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് വണ്ടി കിടക്കുന്നത് നമുക്ക് രണ്ടി ചെല്ലങ്ങ് വണ്ടി കയറ്റി കൊണ്ടു. ആന കൂടുതൽ സമയം നടത്താനൊക്കത്തില്ല. വെയിൽ കൊള്ളിക്കാനൊക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നല്ല ഫുഡ് കൊടുക്കണം. നല്ല കൂടുതൽ നടത്താനോ തടിപിടുത്തമൊന്നുമില്ല. ഇത് പിന്നെ കിടക്കും. മറ്റേ ആ തടിപിടുത്തവും തീറ്റയൊന്നും കൊടുക്കുന്നില്ല. അപ്പം പണിയായിരുന്നു. ഇപ്പം പണി കുറവാണ്. ഭയങ്കര ചിലവാണ്. ഇപ്പം പട്ടിണി വെക്കാനൊന്നുമില്ല. ആന ചികിത്സിക്കാൻ ഡോക്ടർമാർ കേസെടുക്കുകയൊക്കെ ചെയ്യും. ആഹാരം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആനയ്ക്ക് പണിയേ ഇല്ല. അപ്പോൾ 2-3 പേരെ നോക്കാനൊക്കെ അതിനെ കുളിപ്പിക്കണം. അതിനെ തണുപ്പിക്കണം, കുളിപ്പിക്കണം, തീറ്റ വേണം, സമയത്തിന് ഫുഡ് കൊടുക്കണം, തണുപ്പിക്കണം. എല്ലാം കൊണ്ട് 3-4 പേര് വേണം അതിന്. എനിക്ക് 3 പേരാന്ന് അവിടെ പറഞ്ഞു ഗുരുവായൂർ. 3 പാപ്പാമാര്. പാപ്പാനൊന്നും ഉള്ളു. പിന്നെ അതിൻ്റെ ചട്ടക്കാനും പിന്നെ അല്ലാതെ തീറ്റ കൊടുക്കാനും ആന ഇത് നോക്കാനും എടുക്കാനും തേക്കാനും കുളിപ്പിക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒരാൾ വേണം. എല്ലാം 3-4 പേര് വേണം. കുറേ 4 പേരാണ് ആനയ്ക്ക്. മെയിൻ പാപ്പ വലിയ പണിയൊന്നും ചെയ്തില്ല. അതിന് പകരം മെയിൻ പാപ്പ നോട്ടമേ ഉള്ളൂ. നോട്ടം മാത്രമല്ല. പുള്ളിക്ക് നല്ല ശമ്പളം ഉണ്ടെന്ന് തോന്നുന്നത്. പുള്ളിക്ക് നല്ല ശമ്പളമാണ്. ഇപ്പം അവർക്കും ശമ്പളം കുറവാണ്. മറ്റേയാണെങ്കിൽ ഇവിടെ എന്തോ ഒരു കൂപ്പിൽ എവിടെയെങ്കിലും പണി തുടങ്ങുന്ന പോയി നടന്നാ പോകുന്നത്. പോകുന്ന പോക്കിൽ 10 ദിവസത്തെ പണി എവിടെ ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യും. അപ്പോൾ അത് മുതലാളി അറിയുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായി അത് ചെയ്ത് 10 ദിവസം കഴിയുമ്പോൾ മുതലാളി അറിയുന്നു. ഫുഡും കഴിഞ്ഞ് അത് എൻ്റെ ശമ്പളം ഉറക്കാം. കൂടുതൽ കുറേ അടുത്ത് പോലെ അകലെ ഒന്ന് കണ്ടാൽ മതി. എടുത്ത് ചാടിക്കളെ ഞാൻ എങ്ങനെ എടുത്ത് കാണുന്നല്ല. അതിൻ്റെ അപ്പയുടെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നാശമാണ്. ആണോ? അങ്ങനെയുണ്ടോ? പിന്നെ അതെ. എന്തോരം കുറഞ്ഞ അതെ അടുത്ത എവിടെയാ കുറേ ഉണ്ട്. ഭക്ഷണം നിൽക്കുന്ന എല്ലാവരും ഭക്ഷണം നിൽക്കുന്നത്. ഗുരുവായൂരിൻ്റെ തളിര എല്ലാം ഭക്ഷണം അവരുടെ. അവിടെ ഒന്ന് ഓടി കളിക്കുന്ന അതൊക്കെ പോണേ നോക്കുകയാണ്. എന്നത് അതിൻ്റെ എന്തോ കരട് കുറച്ച് തിന്നണുണ്ടോ? ക്ഷീണമാണ്.
എനിക്ക് ഈ ഒറ്റ എന്നെ ഉള്ളൂ എന്നോണല്ലേ ഇവിടെ കുരങ്ങ് എനം ഈ ഒരൊറ്റ എന്നെ ഉള്ളൂ എന്നാണ്. കരിക്കുറങ്ങ് ഇവിടെ ഇല്ല. കരിക്കുറങ്ങ് 2-3 കിലോമീറ്റർ അപ്പുറം പോയതാണ്. ഓ ഇവരും അങ്ങോട്ട് പോകത്തില്ല. ആണല്ലേ. ഓ അങ്ങോട്ടൊന്നും പോയില്ലല്ലേ. ഇവർക്കെല്ലാം ഓരോ ഏരിയ വെച്ചിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന അക്കരെല്ലാം അക്കരെ കിടക്കുന്ന കാണത്തില്ല. എല്ലാം വെള്ളത്തിലിറങ്ങും. പിന്നെ നമ്മളെ ഉള്ളു വെള്ളത്തിലിറങ്ങാത്ത. നമ്മൾ വെള്ളത്തിലിറങ്ങിയ മിക്കാറും വെട്ടിക്കാത്ത ചെല്ലുകയും അവിടെ മറ്റേ കുഞ്ഞാരും കിടക്കും പോകും. അവർ ഏത് വെള്ളത്തിൽ നീന്തും. നമ്മളെ ഉള്ളു നീന്തി പഠിപ്പിച്ചാലും ശരിയാവാതെ. ഇതിന് മൊത്തത്തിൽ ആഴം കുറവാണല്ലോ ഇവിടെ. ചിലരൊക്കെ ഉള്ളു കുഴി. അടി മൊത്തം കാറ്റും ഒക്കെ മണലൂട്ടിയ. ഇതിനിടയ്ക്ക് നല്ല കുഴിയുള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഓ അതുപോലെ ഇനി എല്ലാം പൂക്കളാക്കി. അതെല്ലാം പൂക്കാൻ നിൽക്കുന്ന മരമാണ്. ഉണ്ടാകുന്നുണ്ടോ പൂക്കുന്നുണ്ട്. കഴിക്കുന്ന എല്ലാ മരങ്ങളെല്ലാം പൂക്കാനുള്ള അതെല്ലാം മരുന്ന് മരമാണ്. വെള്ളം ഇവിടെ കെട്ടിക്കിടക്കണോണ്ട് നല്ല അഴുക്കത്. വെള്ളത്തിന് കുഴപ്പമില്ല, അഴുക്കൊന്നുമില്ല. പക്ഷേ ഈ വേറെ കിടക്കുന്നതിൻ്റെ ചില ഇലയൊക്കെ അഴുക്കുണ്ട്. അരി കിടക്കുന്നതിൻ്റെ വെള്ളത്തിൽ ഈ നിറം വേഗവെള്ളം മാത്രമേ ഒഴുകി പോകുന്നുള്ളൂ. അടിയിലോട്ട് ഈ കരിയിൽ കിടക്കുമല്ലേ, അടിഞ്ഞിടക്കും. അതാ വെള്ളത്തിന് ആ നിറം. മലയണ്ണ കുഞ്ഞാ ചെറുതാ. മലയണ്ണൻ്റെ കുഞ്ഞ്. പിന്നെ നമ്മൾ അവിടുത്തെ കാണുകയും ഇത് ഭയങ്കര ശല്യമാണ് നമ്മുടെ നാട്ടിൻപുറത്ത്. മൊത്തം തേങ്ങ തിന്നു. ഓ തേങ്ങ മൊത്തം തുറന്ന് തിന്നും. ഏത് തേങ്ങായി പിടിക്കാറുള്ളത് ഭയങ്കര ഒന്നും കിട്ടത്തില്ല. പിന്നെ പെട്ടി വെച്ചാലും കിട്ടൂല. ഓ പെട്ടിക്കാനൊന്നും പറ്റില്ല. തെങ്ങിൻ്റെ മടക്കകത്ത് പെട്ടി വെക്കാനൊക്കെ ഉണ്ട്. തെങ്ങിൻ്റെ മടക്കിൽ കയറി മൊത്തം തുറന്നങ്ങ് തിന്നുവോ ഏത് തേങ്ങായി. ഇവിടെ തേങ്ങ ഒന്നും ഇല്ല. വിൽക്കാനുള്ള പറമ്പിലൊന്നും ഇല്ല തേങ്ങ. തെങ്ങുണ്ടെന്നേ ഉള്ളൂ. എല്ലാം വെട്ടി പോലെ നിൽപ്പുണ്ട്. കുരങ്ങ് ഒരു കുരങ്ങ് വെള്ള ചെറുത് കുരങ്ങ് കുറച്ച് കളയും. മറ്റേത് ഇവരെല്ലാം ഇതങ്ങ് തിന്നും. ഈ രണ്ട് പേരും കൂടെ ഭയങ്കര പണിയാണ്. ഒന്നും കിട്ടും. അതുകൊണ്ട് തെങ്ങ് കയറാനും അല്ല, തെങ്ങ് ചെറുത് തന്നെ ഉണ്ടോ ഇവരങ്ങ് ചെയ്ത് കൊടുക്കും മൊത്തം. ഇവിടെ തേങ്ങ വില കൊടുത്താൽ ഇപ്പം വാങ്ങിക്കുന്ന എല്ലാം മിക്കവാറില്ല. ഭയങ്കര വില. തെങ്ങ് 10-100 രൂപ തെങ്ങുള്ളതൊക്കെ ഒന്നുമില്ല. അവരങ്ങോട്ട് പോയാട്ടാ? ഇവിടെ വന്നവരൊക്കെ അങ്ങോട്ട് പോയാ? അവര് കയറി പോയി. അപ്പൊ വഞ്ചി എവിടെ? അത്ര വഞ്ചിയോട് കാണാനില്ല. വഞ്ചി അവിടെ ഒതുങ്ങിക്കണം. ആണോ? കിങ്ഫിഷർ കിങ്ഫിഷർ വഞ്ചാ സൈഡിലേക്ക് കയറ്റിയതോളാം. കിങ്ഫിഷർ ഫിഷിനെ പിടിച്ചിട്ട് പോയി തിന്നുന്നുണ്ടോ? എൻ്റെ മമ്മ ഫിഷിനെ കൊണ്ടുപോയി എൻ്റെ ഉള്ളിക്ക് കൊടുക്കണം, വാവയ്ക്ക് കൊടുക്കണം. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ ചേട്ടാ? നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. കടി കിടക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങി പോകും. അങ്ങനെ നടന്നു പോകാനല്ലേ? നേരത്തെ രണ്ടുപേരും നടന്നു പോകണ്ടില്ല അങ്ങോട്ട്. അവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കല്ലൊക്കെ കിടക്കുന്നില്ല. വെള്ളം ഉണ്ടാവില്ല. വെള്ളം പറ്റിയേ വെള്ളമില്ലല്ലോ. വെള്ളം പൊങ്ങുന്ന ഇത് ഇവര് തടയണ കിട്ടിയേക്കുന്ന ഇവിടെ വെള്ളം ഇത്തിരി പൊങ്ങാനായിട്ട്. എല്ലാം കൂടെ പോകുന്നുണ്ട്. വഞ്ചി കൂടെ കിടക്കുന്നുണ്ട്.
ഒരു ഫോട്ടോഷൂട്ടിന് വന്നേക്കുന്നു. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇതെവിടെ പോയതാ? അതിന് ഞങ്ങൾ കറങ്ങി ഇതിലേ വന്നു. നീ ഇറങ്ങ മമ്മനെ എഴുന്നേപ്പിക്കാന്ന്. ഒരാള് ഒരേ സമയം രണ്ടുപേരും തന്നെ ബാലൻസ് കിട്ടും. മുട്ടാല് കുത്തിക്കുവാ. കൈ പിടിക്കത്തില്ല, കൈ പിടിക്കാനുള്ളത് കൈ പിടിക്കാൻ പോയി. സാറാ ബൈ ബൈ. ഓക്കെ. നല്ല വൃത്തി മെനയാണ് ഇവിടുത്തെ. തരം തിരിച്ചിടാനോട് എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? നമുക്ക് യാത്ര ഇഷ്ടപ്പെട്ടോ? യുക്കാല്, കുന്തിരിക്ക, ഇതൊക്കെ ഇവിടെ വിൽക്കുന്ന സാധനങ്ങളാട്ടോ. കാട്ടുതേൻ, ഫോറസ്റ്റ് ആണ്. കസ്തൂരി, മഞ്ഞൾ, രക്താന്തരപ്പൊടി, അലോവേര ജെല്ല്, വനവിഭവങ്ങൾ ലഭ്യമാണ്. കറുവാപ്പട്ട, ദന്തപ്പാല ഓയിൽ, ചുക്കു പൊടി. ഇതൊക്കെയാണ്. ഏതാ പിന്നെന്താ? ഇത് ഇവിടുത്തെ കടയാണത്. തേനിൻ്റെ വില പട്ടിക. ഇന്ന് വീഡിയോ എടുക്കാണ്. കോന്നി ഇത്ര സാധനങ്ങൾ ഇവിടെയുണ്ട്. ഓഹോ, ഇഷ്ടായ? നോക്കിക്കേ.